ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ മാത്സിൻ്റെ രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് ടെക്സ്റ്റ് ബുക്കിലെ 46ാമത്തെ പേജിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. മുമ്പുള്ള ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ: ഡ്രോ ആൻ ഈക്വലറ്റ് ട്രയാങ്കിൾ വിത്ത് സർക്കം റേഡിയസ് 3.5 സെൻറ്റിമീറ്റേഴ്സ്. നമ്മൾ ആദ്യം 3.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുന്നു. സർക്കിൾ വരയ്ക്കുമ്പോൾ സാധാരണ നമ്മൾ കൺസ്ട്രക്ഷനിൽ വരയ്ക്കുന്ന പോലെ ട്രയാങ്കിൾ വരച്ചിട്ട് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടല്ല ഇവിടെ വരയ്ക്കുന്നത്. ഇവിടെ നമ്മൾ ആദ്യം സർക്കിളിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്, ആ റേഡിയസിൽ നമ്മൾ സർക്കിൾ വരയ്ക്കും. പിന്നെ നമുക്ക് വേണ്ട ആംഗിളുകൾ, നമുക്ക് വേണ്ടത് ഈക്വലറ്റ് ട്രയാങ്കിൾ ആണ്. അപ്പോൾ നമുക്ക് വേണ്ട ആംഗിൾ 60 ഡിഗ്രി, അതുപോലെ 60 ഡിഗ്രി, 60 ഡിഗ്രിയാണ് നമുക്ക് 3 ആംഗിൾ വേണ്ടത്. അപ്പോൾ അതിൻ്റെ സെൻട്രൽ ആംഗിൾ ഈക്വൽ ടു അത് 120 ഡിഗ്രി ആയിരിക്കും. 60 × 2. കാരണം ഒരു സർക്കിളിലെ ഒരു ആർക്കിൽ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന ആർക്കിനുള്ളിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളിൻ്റെ പകുതിയായിരിക്കും. ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് വരയ്ക്കുന്നത്. നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യാം. ഇനി ആ സെൻറ്ററിൽ നിന്നും നമ്മൾ ഒരു റേഡിയസ് സാധാരണ പോലെ വരയ്ക്കണം. ഇനി ആ റേഡിയസിൽ നിന്നും നമ്മൾ 120 ഡിഗ്രി ആംഗിൾ എടുത്ത് ഒരു റേഡിയസും കൂടി വരയ്ക്കുന്നു. ഇനി ഇതിൽ നിന്നും 120 ഡിഗ്രി എടുത്ത് ഒരു റേഡിയസ് കൂടി വരയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ 3 റേഡിയസ് വരച്ചു. ഇത് തമ്മിലുള്ള ആംഗിൾ 120 ഡിഗ്രി വീതമാണ്. ഇവിടെ 120 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി. നമുക്ക് ഈ ഓരോ ആർക്ക് പോയിട്ട് സർക്കിളിൽ മുട്ടുന്ന പോയിന്റ്സ് നമുക്ക് പേര് കൊടുക്കാം. ഇതിന് എ എന്ന് കൊടുത്തു, AB, C എന്ന് പേര് കൊടുത്തു. ഇനി നമ്മൾ ഈ 120 ഇപ്പോൾ സെൻട്രൽ നമുക്ക് O എന്ന് പേര് കൊടുക്കാം. അപ്പം COB എന്ന് പറയുന്ന ഈ 120 ഡിഗ്രി ആംഗിൾ ഇത് സെൻട്രൽ ആംഗിൾ ആണ്. അപ്പം ഈ C എന്നും B എന്നും പറയുന്ന 2 പോയിന്റിൽ നിന്നും നമ്മൾ എയിലേക്ക് ഒരു ആംഗിൾ വരച്ചാൽ അത് ഈ 120 ഡിഗ്രിയുടെ പകുതിയായിരിക്കും, 60 ഡിഗ്രി. അതേപോലെ AOB അത് 120 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ പകുതി 60 ഡിഗ്രി ആയിരിക്കും ഈ C എന്ന് പറയുന്ന പോയിന്റ് കിട്ടുക. നമുക്ക് ഓരോന്നും വരയ്ക്കാം. എയും സിയും കൂടെ ചേർത്ത് വരച്ചാൽ ഇവിടെ നമുക്ക് AC എന്നൊരു ലൈൻ കിട്ടി, അതുപോലെ ഇവിടെ BC എന്നൊരു ലൈൻ കിട്ടി. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എയും ബിയും ഈ പോയിന്റിൽ നിന്നാണ് ഈ സിയിലേക്കുള്ള ലൈൻ നമ്മൾ വരച്ചേക്കുന്നത്. അപ്പോൾ അതിവിടെ 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ നമുക്ക് എയും ബിയും തമ്മിൽ ചേർത്ത് വരയ്ക്കാം. ഇപ്പോൾ ഇവിടെ CAB എന്ന് പറയുന്ന ആംഗിൾ, ഇതിന് സെൻട്രൽ ആംഗിൾ COB ആണ്. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ നമുക്ക് 60 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ആംഗിൾ ബി എടുത്താൽ ഈ ആംഗിൾ ബിയുടെ പോയിന്റ്സ് സിയും എയും ആണ്. അപ്പോൾ സെൻട്രൽ ആംഗിൾ AOB 120 ഡിഗ്രിയാണ്. അതുകൊണ്ട് ഈ ആംഗിൾ ബി എന്ന് പറയുന്ന ആംഗിളും 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈക്വലേറ്റർ ട്രയാംഗിൾ കിട്ടി. നമ്മൾ ചെയ്ത ഈക്വലേറ്റർ ട്രയാംഗിൾ 60 ഡിഗ്രി എടുത്ത് വരയ്ക്കുകയല്ല ചെയ്തത്, തന്നിട്ടുള്ള റേഡിയസിൽ 3.5 സെൻറ്റിമീറ്റർ റേഡിയസിലാണ് സർക്കിൾ വരയ്ക്കാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ R is equal to 3.5 സെൻറ്റിമീറ്റർ എന്നെടുത്ത് 3.5 സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരച്ചു. അതിനുശേഷം ഈ സർക്കിളിൽ 60 ഡിഗ്രിയാണ് നമുക്ക് ആംഗിൾ കിട്ടേണ്ടത് ഈക്വലേറ്ററിലായതുകൊണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇൻറ്റു 2. അപ്പോൾ നമുക്ക് 120 ഡിഗ്രിയിൽ നമ്മൾ സെൻട്രൽ ആംഗിൾ വരച്ചു. അതിനുശേഷം ഓരോ പോയിന്റിലേക്കും നമ്മൾ ലൈൻസ് വരച്ചു, അതിനെ ട്രയാംഗിൾ ആക്കി. ഇവിടെ എയും ബിയും സിയും 60 ഡിഗ്രി വീതം നമുക്ക് ഈക്വലേറ്റർ ട്രയാംഗിൾ കിട്ടി. ഇനി ഇതിൽ തേർഡ് ക്വസ്റ്റ്യൻ: ഡ്രോ എ ട്രയാംഗിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് 2 ഓഫ് ദി ആംഗിൾസ് 32.5 ആൻഡ് 37.5. ഡ്രോ എ ട്രയാംഗിൾ വിത്ത് സർക്കം റേഡിയസ് 3 സെൻറ്റിമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ആദ്യം സർക്കിൾ വരയ്ക്കാം. 3 സെൻറ്റിമീറ്റർ റേഡിയസിൽ നമ്മൾ സർക്കിൾ വരയ്ക്കുന്നു. ഇനി നമുക്ക് വേണ്ട ആംഗിൾസ് അത് 32.5 അതേപോലെ 37.5 ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിൻ്റെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കാം. കഴിഞ്ഞ കണക്കിൽ ചെയ്ത പോലെ തന്നെ 2 × 32.5 ഈക്വൽ ടു അത് 65 ഡിഗ്രി എന്നും 2 × 37.5 ഈക്വൽ ടു 75 ഡിഗ്രി എന്നും നമുക്ക് കിട്ടും. ഇനി മൂന്നാമത്തെ ആംഗിൾ നമ്മൾ നോക്കേണ്ട കാര്യമില്ല, കാരണം ട്രയാംഗിൾ വരയ്ക്കുമ്പോൾ എന്തായാലും ബാക്കിയുള്ളത് ഇപ്പോൾ ഇതിൽ നിന്നും 180 മൈനസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് മൂന്നാമത്തെ ആംഗിൾ കിട്ടുക. അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കോളും.
അപ്പോൾ നമ്മൾ ചെയ്യുന്നത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ പോലെ തന്നെ സെൻറ്റർ വരച്ചു, സെൻറ്ററിൽ മാർക്ക് ചെയ്തു. ഓരോ റേഡിയസ് ഈ പറയുന്ന ആംഗിൾ വരയ്ക്കാം. അപ്പോൾ അത് ഞാനൊരു റേഡിയസ് വരയ്ക്കുന്നു. ഇനി സെൻട്രൽ ആംഗിൾ 65 ഡിഗ്രി കിട്ടിയാലാണ് നമുക്ക് 32.5 കിട്ടും. അപ്പോൾ സെൻട്രലിൽ നിന്നും നമ്മൾ 65 ഡിഗ്രി അളന്നെടുത്തിട്ട്, പൊട്ടാറ്റിൽ അളന്നെടുക്കണം, 65 ഡിഗ്രി അളന്നെടുത്ത് ഒരു ആംഗിൾ വരയ്ക്കണം. ഒരു റേഡിയസും കൂടെ നമ്മൾ 65 ഡിഗ്രിയിൽ വരച്ചു. ഇനി ഇവിടെ നിന്നും 75 ഡിഗ്രിയിൽ ഒരു ആംഗിളും കൂടി വരയ്ക്കുന്നു. ഇവിടുത്തെ ആംഗിൾ 65 ഡിഗ്രിയും ഇവിടുത്തെ ആംഗിൾ 75 ഡിഗ്രിയാണ്. നമുക്കൊരു പേര് കൊടുക്കാം. ഇതിന് എ എന്ന് AB, C എന്ന് പേര് കൊടുത്തു, ഇതിന് O എന്നും പേര് കൊടുത്തു. ഇനി നമുക്ക് ആംഗിൾ വരയ്ക്കാം, ട്രയാംഗിൾ വരയ്ക്കാം. ഇപ്പോൾ നമുക്ക് ട്രയാംഗിൾ വരച്ചു. ട്രയാംഗിൾ ABC ആണ് ഈ പറഞ്ഞിട്ടുള്ള അളവിലുള്ള ട്രയാംഗിൾ. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ BOC എന്ന് പറയുന്ന ഈ ആംഗിൾ, ഇത് സെൻട്രൽ ആംഗിളാണ് BOC. ഈ BOCയുടെ ഈ B എന്നും C എന്നും പറയുന്ന ഈ പോയിന്റ്സിൽ നിന്നും വരുന്ന ഇതിന്റെ ഓപ്പോസിറ്റ് ആർക്കിൽ, അതായത് BC എന്ന് പറയുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്കിലാണ് A എന്നുള്ള പോയിന്റ് ഉള്ളത്. അപ്പോൾ അത് ഈ 65 ഡിഗ്രിയുടെ ഇതിന്റെ സെൻട്രൽ ആംഗിളിന്റെ പകുതിയായിരിക്കും. അതായത് A എന്ന് പറയുന്ന ആംഗിൾ, BAC എന്ന് പറയുന്നത് മൊത്തം ഇല്ല, ഇത്രയേ ഉള്ളൂ. BAC എന്ന് പറയുന്ന ആംഗിൾ, ഈ ആംഗിൾ ഈ 65ന്റെ പകുതിയായിരിക്കും, 32.5 ഡിഗ്രി ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ഈ AOB എന്ന് പറയുന്ന ആംഗിൾ, ഇത് 75 ഡിഗ്രിയാണ്. AB എന്ന് പറയുന്ന ഈ ആർക്കിന്റെ ഓപ്പോസിറ്റ് ആർക്ക് ACB എന്ന് പറയുന്ന ഈ ആർക്കിലായിരിക്കും ഈ 75 ഡിഗ്രിയുടെ സെൻട്രൽ ആംഗിളിന്റെ പകുതി, അതായത് C എന്ന് പറയുന്ന ആംഗിൾ. അത് 75ന്റെ പകുതി, 37.5 ഡിഗ്രി ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ നമ്മുടെ ട്രയാംഗിൾ ABC ആണ് നമ്മുടെ ട്രയാംഗിൾ. ഇനി ഇതിന്റെ ആംഗിൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ല എങ്കിലും ഇതിപ്പോൾ ഈ ആംഗിൾ വരുന്നത് ഇവിടെ 360 ഡിഗ്രിയിൽ നിന്ന് 75ഉം 65ഉം കൂട്ടി, അത് 360യിൽ നിന്ന് മൈനസ് ചെയ്താൽ നമുക്ക് 220 ഡിഗ്രി ഇവിടുത്തെ ആംഗിൾ കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന 110 ഡിഗ്രി ആയിരിക്കും. അത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടൊന്നുമില്ല എങ്കിലും. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. ഇവിടെ നമുക്ക് മൊത്തം 360 കിട്ടും. അപ്പോൾ ABC ആണ് നമ്മുടെ ട്രയാംഗിൾ. ഇനി ഇതെപ്പോഴും ഇങ്ങനെ തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഈ A എന്നുള്ള പോയിന്റ് ഇപ്പോൾ ഇവിടെയാണ് കിട്ടിയതെങ്കിൽ ഈ ട്രയാംഗിൾ ഇങ്ങനെ വന്നിട്ട് ഈ സെന്ററിന്റെ അപ്പുറത്തൂടെ പോകാം. ഈ ഫിഗറിനകത്ത് സെന്ററിന് ഇപ്പുറം കിട്ടിയെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ ഫിഗറിലും അങ്ങനെ ആവണമെന്നില്ല. എയുടെ പോയിന്റ് ആംഗിൾ മാറുന്നതനുസരിച്ചിട്ട് എയുടെ പോയിന്റ് ഇവിടെയാണ് വരുന്നതെങ്കിൽ ഈ ട്രയാംഗിൾ വേണേൽ സെന്ററിന്റെ അപ്പുറവും വരാം. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം, ആദ്യം തന്നിരിക്കുന്ന അളവിൽ നമ്മൾ സർക്കിൾ വരച്ചു. സർക്കിൾ വരച്ച ശേഷം നമുക്ക് സർക്കിളിന്റെ പോയിന്റുമായിട്ട് ബന്ധപ്പെടുന്ന ആംഗിളാണ് കിട്ടേണ്ടത്. അതിന് പകരം നമ്മൾ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു. കാരണം സെൻട്രൽ ആംഗിളിന്റെ പകുതി ആയിരിക്കും നമുക്ക് ഈ പോയിന്റിൽ വരേണ്ട ആംഗിൾ. അങ്ങനെ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചു. നമ്മൾ റേഡിയസ് തന്നെ കണക്ട് ചെയ്തുകൊണ്ട് സെൻട്രൽ ആംഗിൾ ഓരോന്നും മാർക്ക് ചെയ്തു. അതിനുശേഷം സെൻട്രൽ ആംഗിളിൽ നിന്നും അതിന്റെ പകുതി ആകാൻ വേണ്ടി നമ്മൾ സർക്കിളിലെ പോയിന്റിലേക്ക് ആംഗിൾ വരച്ചു. അങ്ങനെ നമുക്ക് ട്രയാംഗിൾ കിട്ടി. ഈ ട്രയാംഗിൾ ABC എന്ന് പറയുന്നത് ഒരു ആംഗിൾ 32.5ഉം ഒരു ആംഗിൾ 37.5ഉം ആണ്.